തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്ത സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അക്രമി എത്തിയതെന്ന് കരുതുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ഉണ്ട്. ചന്തു, ഈ ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ കേസിന്റെ പുരോഗതി എങ്ങനെയാണ്? ആര് എന്നത് സംബന്ധിച്ച സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഈ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നത്. ആ പരിശോധനയിലാണ് ഈ അക്രമി എത്തിയ കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സെലേരിയോ കാറിന്റെ നമ്പർ സെലേരിയോ സ്വിഫ്റ്റ് കാറിന്റെ നമ്പറാണ് പതിപ്പിച്ചിരിക്കുന്നത്. അതായത് അക്രമി എത്തിയത് സെലേരിയോ കാറിലാണ്, ഒരു സിൽവർ നിറത്തിലുള്ള കാറിലാണ് അക്രമി എത്തിയതെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ദൃക്സാക്ഷികളിൽ ചിലർ, ഈ വണ്ടി വന്ന് പോകുന്നത് കണ്ട ചിലർ അത് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയിരുന്നു. അതനുസരിച്ചാണ് സമീപത്തെ CCTV ക്യാമറകളടക്കം പോലീസ് പരിശോധിച്ചത്. അങ്ങനെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ അക്രമിയുടേതെന്ന് കരുതുന്ന ഒരു CCTV ദൃശ്യം ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ നേരത്തെ പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ച് സമാന നിറത്തിലുള്ള വാഹനം കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. വെടിയുതിർത്ത ശേഷം തിരികെ പോകുന്ന ദൃശ്യങ്ങളാണെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കുന്നതായി നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെയാണ് നഗരത്തെ, അല്ലെങ്കിൽ ഈ വഞ്ചിയൂർ ഭാഗത്തെ ജനങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഒരു സ്ത്രീ എന്ന് കരുതുന്ന, മുഖമെല്ലാം മറച്ചൊരു ഒരു വ്യക്തി കടന്നു വരുന്നു. തുടർന്ന് അവിടെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ വെടിയുതിർക്കുന്നു. അത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഈ വെടിയുതിർക്കാനുള്ള സാഹചര്യം ഉണ്ടായതെന്നതടക്കം പരിശോധിക്കുന്നു. എന്തായാലും CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധന ത്വരിതപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി ചന്തു. തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖരാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.